Now we are going on to the module 4 where we are studying about the engineering materials. So in this module we have to study about various materials that are used for engineering purposes, the various alloys of various metals. All those things you have to study. So now let's go in detail to the subject. First of all, we are studying about steels. So steels are classified mainly into two. They are plain carbon steels and alloy steels. Let's look what is plain carbon steel. A plain carbon steel is that steel which contains a carbon content from 0.1% to 1.2 percentage. അതായത് കാർബൺ കണ്ടന്റ് 0.1 തൊട്ട് 1.2% വരെയുള്ള സ്റ്റീൽസിനെ നമ്മൾ ജനറലി വിളിക്കുന്നതാണ് പ്ലെയിൻ കാർബൺ സ്റ്റീൽ എന്ന് നമ്മൾ പറയും. സോ അതിനെ തന്നെ നമ്മൾ പലതായിട്ട് ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. ലോ കാർബൺ സ്റ്റീൽ, മീഡിയം കാർബൺ സ്റ്റീൽ ആൻഡ് ഹൈ കാർബൺ സ്റ്റീൽ. ലോ കാർബൺ സ്റ്റീലിനകത്ത് 0.1 തൊട്ട് 0.3% വരെ കാർബൺ കണ്ടന്റ് ഉണ്ട്. മീഡിയം കാർബൺ സ്റ്റീലിലാണെങ്കിൽ 0.3 തൊട്ട് 0.6% കാർബൺ വരെ. കൂടാതെ ഹൈ കാർബൺ സ്റ്റീൽ ആണെങ്കിൽ 0.6 തൊട്ട് 1.2% വരെ കാർബൺ കണ്ടന്റ് ഉണ്ട്. So അതുകൂടാതെ there are traces of other elements like silicon, that is 0.3% maximum ആണ് നമ്മൾ പറയുന്നത്. Manganese 1% maximum. Sulfur 0.4% maximum. Phosphorus 0.05% maximum. These are considered as the impurities in plain carbon steel. നമ്മൾ നേരത്തെ പറഞ്ഞു ലോ കാർബൺ സ്റ്റീൽ എന്ന് പറയുന്നത് 0.1% കാർബൺ തൊട്ട് 0.3% കാർബൺ വരെയുള്ളതാണ്. സോ ഈ ഓരോ പെർസെൻറ്റേജ് വേരിയേഷൻസിനകത്തും എന്താണ് ഇതിൻ്റെ പ്രോപ്പർട്ടി ചേഞ്ച്, അതിൻ്റെ യൂസസ് എന്തൊക്കെയാണെന്നാണ് നമ്മൾ ഇനി അടുത്ത് പഠിക്കുന്നത്. സോ കാർബൺ കണ്ടന്റ് 0.1% കാർബൺ ആണെങ്കിൽ അതിൻ്റെ പ്രോപ്പർട്ടി എന്ന് പറയുന്നത് ഹൈ ഡക്ടിലിറ്റി ആയിരിക്കും, ലോ സ്ട്രെങ്ത് ആയിരിക്കും, അതുപോലെ തന്നെ ലോ ഹാർഡ്നെസ് ആയിരിക്കും. അതിൻ്റെ യൂസസ് എന്ന് പറഞ്ഞാൽ നെയിൽസ്, റിവറ്റ്സ് ഒക്കെ ഉണ്ടാക്കാനാണ് നമ്മൾ 0.1% കാർബൺ ഉള്ള ലോ കാർബൺ സ്റ്റീൽസ് യൂസ് ചെയ്യുന്നത്. അടുത്തത് 0.2% കാർബൺ ആണെങ്കിൽ the material will be tough, highly ductility, low hardness and good strength. And uses വരുന്നത് പൈപ്സ്, ആംഗിൾസ്, ചാനൽസ്, ബീംസ്, റോഡ്സ്, പ്ലേറ്റ്സ് ഇതൊക്കെ മാനുഫാക്ചർ ചെയ്യാൻ വേണ്ടിയാണ് യൂസ് ചെയ്യുന്നത്. പിന്നെ 0.3% കാർബൺ ആണെങ്കിൽ the material is tough, good strength and ductility, moderate hardness. They are used for making structural materials, low temperature pressure vessels. Next we have medium carbon steel, where the carbon content is from 0.3 to 0.6%. The properties of medium carbon steel is that they are tough, ductile, they have good strength and hardness. The uses are for making shaft, gears, engine parts, hand tools like spanners, screwdrivers, etc. Then high carbon steels, the carbon content is from 0.6 to 1.2% carbon. They are very tough, ductile, they have good strength and hardness. They are used for making springs, hammers, chisels, dies, knives, hacksaw blades, etc. So now we are going to study about alloy steels. So what's the purpose of alloying? അല്ലെങ്കിൽ ഒരു ഫൈൻ മെറ്റീരിയൽ അല്ലെങ്കിൽ ഒരു റോ മെറ്റീരിയലിനകത്തേക്ക് നമ്മൾ അലോയിങ് ചെയ്യുന്നതിൻ്റെ ആവശ്യം എന്താ? അതിൻ്റെ പ്രോപ്പർട്ടീസ് ചേഞ്ച് ചെയ്യാം. സോ ഇവിടെ നമ്മൾ സ്റ്റീലിനെ നമ്മൾ അലോയ് ചെയ്യുകയാണ്. സോ നമ്മൾ സ്റ്റീലിനെ അലോയ് ചെയ്യുന്നത് മെയിൻലി 3 കാര്യങ്ങൾക്കാണ്. ഒന്ന് അതിൻ്റെ എൻവയോൺമെൻറ്റൽ പ്രോപ്പർട്ടീസ് മാറ്റാൻ, മെക്കാനിക്കൽ പ്രോപ്പർട്ടീസ് മാറ്റാൻ, തെർമൽ പ്രോപ്പർട്ടീസ് മാറ്റാൻ. സോ എന്താണ് എൻവയോൺമെൻറ്റൽ പ്രോപ്പർട്ടീസ്? ഇതിൻ്റെ കൊറോഷൻ റെസിസ്റ്റൻസ് ഇൻക്രീസ് ചെയ്യാം. മെക്കാനിക്കൽ പ്രോപ്പർട്ടീസ് എന്തൊക്കെയാണ് ചേഞ്ച് ചെയ്യാൻ പറ്റുന്നത്? ഹാർഡ്നെസ് മാറ്റാം, സ്ട്രെങ്ത്, ടഫ്നെസ്, അതുപോലത്തെ പ്രോപ്പർട്ടീസ് മാറ്റാൻ പറ്റും. ദെൻ തെർമൽ സ്റ്റെബിലിറ്റീസ്, അതായത് സ്ട്രെങ്ത് ആൻഡ് ഡ്യൂറബിലിറ്റി ഓഫ് മെറ്റൽ അറ്റ് either sub-zero or extremely high temperature. ഇത് ലോവർ ടെമ്പറേച്ചർ പ്രോപ്പർട്ടീസും അതുപോലെ തന്നെ ഹയർ ടെമ്പറേച്ചർ പ്രോപ്പർട്ടീസും ഇൻക്രീസ് ചെയ്യാൻ വേണ്ടി നമുക്ക് വേരിയസ് അലോയിങ് എലമെന്റ്സ് ആഡ് ചെയ്യാൻ പറ്റും. ഇനി എന്തൊക്കെയാണ് കോമൺലി ആഡ് അലോയിങ് എലമെന്റ്സ് ടു സ്റ്റീൽ? നോർമലി ആഡ് ചെയ്യുന്നത് മാംഗനീസ്, നിക്കൽ, ക്രോമിയം, മൊളിബ്ഡിനം, ടങ്സ്റ്റൺ, വനേഡിയം, കോപ്പർ, ബോറോൺ, അലൂമിനിയം ആൻഡ് സിലിക്കൺ. ഇതാണ് നോർമലി ആഡ് ചെയ്യുന്ന എലമെന്റ്സ് ടു സ്റ്റീൽ. The purpose of adding alloying elements in steel. നേരത്തെ പറഞ്ഞിരുന്നു എന്തിനു വേണ്ടിയാണ് നമ്മൾ ആഡ് ചെയ്യുന്നത്. So in low alloy steels, the effect of alloy elements may be separated into 2 groups. Low alloy steels നെ രണ്ടായിട്ട് ക്ലാസിഫൈ ചെയ്യാം. That is elements that combine with carbon
and the elements that dissolve in ferrite. The elements that combine with carbon ഏതൊക്കെയാണ്? Chromium, manganese, molybdenum, titanium, tungsten, vanadium. And elements that dissolve in ferrite വരുന്ന aluminum, copper, nickel, silicon, etc. So ഇവിടെ നമുക്ക് കുറച്ച് എക്സാമ്പിൾസ് കൊടുത്തിട്ടുണ്ട്, കുറേ അലോയിങ് എലമെന്റ്സും. ഈ അലോയിങ് എലമെന്റ്സ് ആഡ് ചെയ്യുമ്പം എന്ത് പ്രോപ്പർട്ടി ചേഞ്ച് ആണ് മെറ്റീരിയലിനകത്ത് വരുന്നതെന്നാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. നമുക്ക് നോക്കാം. അലൂമിനിയം ആഡ് ചെയ്യുമ്പം it deoxidizes the steel. ഡീഓക്സിഡൈസ് സ്റ്റീൽ ചെയ്യുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന്റെ കൊറോഷൻ റെസിസ്റ്റൻസ് ഇംപ്രൂവ് ചെയ്യുക എന്നാണ് നമ്മളെ അർത്ഥമാക്കുന്നത്. Then cobalt ആണെങ്കിൽ improves the mechanical properties at high temperatures. Then copper increases the corrosion resistance and improves machinability. And chromium improves resistance to corrosion and wear. Lead aids machinability, or it supports machinability or helps machinability. Manganese deoxidizes steels and improve hardenability. Molybdenum improves strength, hardenability and wear resistance. Then titanium, it improves the strength, hardenability and wear resistance. Vanadium improves strength, hardenability and wear resistance. Nickel increases hardenability, corrosion resistance. Then phosphorus improves corrosion resistance in structural grades of steel. Then silicon improves strength and sulfur improves machinability. Now let's look what are the effects of alloying elements. അതായത് ഒരു അലോയിങ് എലമെന്റ് ആഡ് ചെയ്യുമ്പോൾ നമ്മുടെ ഈ മെറ്റീരിയലിനകത്ത് ഉണ്ടാകുന്ന ചേഞ്ചസ് എന്തൊക്കെയാണ്? So alloying element can help in changes in dislocation moment. That is, the presence of alloying atoms would develop lattice stresses. The alloying element atoms would have different elastic modulus which would create a different terrain for moving dislocation. The dislocation will experience difficulty in mobility. അതായത് നമുക്ക് ഒരു ആറ്റം, ഒരു എക്സ്ട്രാ ആറ്റം, അത് നമ്മുടെ ഈ നോർമൽ ലാറ്റീസിലുള്ള ആറ്റം അല്ലാതെ ഒരു ഫോറിൻ ആറ്റമാണ് അതിനകത്തേക്ക് വരുന്നത്. സോ അതിനകത്ത് ഇലാസ്റ്റിക് പ്രോപ്പർട്ടീസിന് വ്യത്യാസം ഉണ്ടാകും. സോ ഇറ്റ് നോർമലി അഫക്ട്സ് ദ ഡിസ്ലൊക്കേഷൻ മൂവ്മെന്റ്. നമ്മൾ പറഞ്ഞ റെസ്ട്രിക്ഷൻ ആവാം, അല്ലെങ്കിൽ മൂവ്മെന്റ് ഈസി ആവാം. സോ എനിത്തിങ് ക്യാൻ ഹാപ്പൻ. ആൻഡ് നെക്സ്റ്റ് വൺ ഈസ് പോളിമോർഫിക് ട്രാൻസ്ഫോർമേഷൻ ടെമ്പറേച്ചർ. നമ്മുടെ ടെമ്പറേച്ചർ ട്രാൻസ്ഫോർമേഷൻ റേഞ്ചസ്, നമ്മൾ ഓരോ റേഞ്ചസ് ഉണ്ടെന്ന് പറഞ്ഞു. ഓസ്റ്റനൈറ്റ് റീജിയൻ ഉണ്ട്, അതുപോലെ ഫെറൈറ്റ് റീജിയൻസ് ഉണ്ട്. ഈ ഓരോ റീജിയൻസിന്റെയും ടെമ്പറേച്ചർ പ്രോപ്പർട്ടീസിനെ ഇതിന് ചേഞ്ച് ചെയ്യാൻ പറ്റും. The alloying elements like molybdenum, chromium, vanadium, silicon, tungsten and titanium will tend to contract austenite region. And alloying elements like nickel, manganese, copper and cobalt will tend to enlarge the austenite region. Alloying elements will change the mean temperature for alpha to gamma and gamma to delta transformation. Next is strengthening of ferrite. The ferrite region is strengthen ചെയ്യാൻ പറ്റും. Most of the alloying elements form solid solution with ferrite. Though the solubility is limited, alloying elements increase the hardness and strength. And formation and stability of carbides. So carbide നമ്മൾ strengthen ചെയ്യാൻ വേണ്ടിയാണ് നമ്മൾ യൂസ് ചെയ്യുന്നത് നേരത്തെ പറഞ്ഞിരുന്നു. Carbide formed with alloying elements are hard and brittle and provide wear resistance to steel. Carbides of chromium and vanadium are having outstanding hardness and wear resistance. Displacement of eutectoid point. A1 temperature is lowered by austenite formers and raised by ferrite formers. Then retardation of transformation rate. അത് നമ്മുടെ TTT ഡയഗ്രത്തിന് ട്രാൻസ്ഫോർമേഷൻ റേറ്റ് നമ്മൾ പറഞ്ഞു. The austenite transformation temperature is shifted up or down by alloying elements. അത് austenite transfer, നമ്മൾ അയൺ കാർബൺ ഡയഗ്രത്തിനകത്ത് austenite transformation temperature ranges ഉണ്ട്. നമുക്ക് നമ്മൾ വാല്യൂസ് പഠിച്ചിരുന്നു. സോ അതിനെ മുകളിലേക്കോ താഴേക്കോ മാറ്റുന്നതിന് alloying elements കൊണ്ട് ഹെൽപ്പ് ചെയ്യും. Increasing nickel or manganese content will lower the austenite transformation temperature, thereby postponing of austenite on slow cooling. Next is lowering of critical cooling rates. നമ്മുടെ TTT ഡയഗ്രത്തിനകത്ത് critical cooling rates നമ്മൾ പഠിച്ചു. The TTT curves are shifted to right due to most of the alloying elements. Critical cooling rate എന്ന് പറഞ്ഞാൽ എന്തായിരുന്നു? TTT ഡയഗ്രത്തിനകത്ത് ആ ഒരു പാത്ത് വന്ന് ഏറ്റവും എഡ്ജിൽ നിൽക്കുന്ന ആ ഒരു പോയിന്റിനെയാണ് ക്രിട്ടിക്കൽ കൂളിംഗ് റേറ്റ് എന്ന് പറഞ്ഞത്. സോ അതിനെ നമുക്ക് ഷിഫ്റ്റ് ചെയ്യാൻ പറ്റും ടു ദ റൈറ്റ്. Except cobalt, this means that the critical cooling rate required for formation of martensite is decreased and hence leading to better hardenability. Then improving in corrosion resistance. Elements like aluminum form thin oxides layers and protect it from further corrosion. Chromium imparts corrosion resistance only when the composition is more than 13%. Then influence on grain growth.
Grain growth is retarded in the presence of nickel and vanadium. These elements are usually called grain refiners. The functions of alloying elements. Various alloying elements and a particular percentage add in the functional changes ആണ് നമ്മുടെ ഈ മെറ്റീരിയൽസിന് ഉണ്ടാകുന്നത് നമുക്ക് നോക്കാം. So sulfur less than 0.33% add ചെയ്ത് കഴിഞ്ഞാൽ it improves the machinability, reduces weldability and ductility. And phosphorus less than 0.12 add ചെയ്ത് കഴിഞ്ഞാൽ improves machinability, reduce impact strength. Then silicon 1.5 to 2.5% ആണെങ്കിൽ improves toughness, increase hardenability. Then manganese 0.5 to 2% ആണെങ്കിൽ increase hardenability, reduce the adverse effect of sulfur. Then boron 0.001 to 0.05% increase hardenability. Then aluminium 0.01 to 0.6 removes oxygen from molten metal. Then lead less than 0.35 ആണെങ്കിൽ improves machinability. Nickel 1 to 5% increase toughness and impact strength, improves corrosion resistance of stainless steel above 8%. Chromium 0.5 to 4% improves oxidation resistance, wear and corrosion resistance, improves high temperature strength due to formation of carbides. The molybdenum 0.1 to 0.4 improves hardenability and wear resistance, improves high temperature hardness, eliminates temper embrittlement. Then tungsten 2 to 3%, a strong carbide former, then improves hardenability and wear resistance, eliminates temper embrittlement. Then vanadium 1.1 to 0.3%, a strong carbide former and prevents grain growth, improves hardenability, increases wear and fatigue resistance. Titanium less than 1% is a strong carbide former, improves strength and corrosion resistance. Copper 0.15 to 0.25% promotes precipitation hardening, improves strength and hardness and corrosion resistance. Cobalt 5 to 10% improves high temperature hardness and mechanical properties, improves corrosion and wear resistance. So ഇവിടെ തൊട്ട് നമ്മൾ various components in the alloys നെ പഠിക്കുകയാണ്. നമ്മൾ ആദ്യം തന്നെ പഠിക്കുന്നത് സ്റ്റീലിന്റെ alloys ആണ്. So ഇതിന്റെ ഒരു പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇത് കാണാതെ പഠിക്കുകയല്ലാതെ വേറെ ഓപ്ഷൻസ് ഒന്നുമില്ല. ഇപ്പോൾ ക്വസ്റ്റ്യൻ വരുന്നത് എക്സ്പ്ലെയിൻ വേരിയസ് അലോയ് സ്റ്റീൽസ് എന്ന് പറഞ്ഞായിരിക്കും ചോദിക്കുക. അപ്പോൾ ഒരു 3-4 അലോയ് സ്റ്റീൽസിനെ പറ്റി നിങ്ങൾക്ക് ഒരു എക്സ്പ്ലനേഷൻ കൊടുക്കാം. അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇതിനകത്ത് സെപ്പറേറ്റ് എടുത്ത് ചോദിക്കാം. എക്സ്പ്ലെയിൻ അബൌട്ട് നിക്കൽ സ്റ്റീൽ അല്ലെങ്കിൽ ക്രോമിയം സ്റ്റീൽ അങ്ങനെ ചോദിക്കാം. സോ ഏതാണെങ്കിലും നിങ്ങൾക്കിത് കാണാതെ പഠിച്ചാൽ പറ്റത്തുള്ളൂ. സോ മിക്കതും നോക്കിക്കഴിഞ്ഞാൽ ഇതിനകത്ത് പലതിൻ്റെയൊക്കെ പ്രോപ്പർട്ടീസ് ഓൾമോസ്റ്റ് സെയിം ആണ്. വായിക്കുക, റിപ്പീറ്റഡ് ആയിട്ട് വായിച്ച് പഠിക്കുക. ഓക്കെ. സോ ഫസ്റ്റ് അലോയ് സ്റ്റീൽ എന്ന് പറഞ്ഞാൽ നിക്കൽ സ്റ്റീലാണ്. സോ നിക്കൽ സ്റ്റീൽ എന്ന് പറഞ്ഞാൽ നിക്കലാണ് നമ്മൾ ഇതിനകത്തേക്ക് ആഡ് ചെയ്യുന്നത്. സോ നിക്കൽ ആഡ് ചെയ്യുമ്പോൾ എന്താ സംഭവിക്കുന്നത്? അൺലിമിറ്റഡ് സോലിബിലിറ്റി ഇൻ ഗാമ അയൺ, ഹൈ സോലിബിൾ ഇൻ ഫെറൈറ്റ്, then does not form carbide, retards transformation of austenite, lowers critical temperature. Pearlite formed at low temperature is finer and tougher than the pearlite of plain carbon steel. So nickel add ചെയ്യുമ്പോൾ എന്താണ് പ്രോപ്പർട്ടീസ് ചേഞ്ച് വരുന്നത്? Nickel steels have better toughness, ductility and fatigue resistance. Next we have chromium steels. It's a strong carbide former. So carbide former എന്ന് പറയുമ്പോൾ തന്നെ അതൊരു corrosion resistance and wear resistance supporting ആയിരിക്കും. Then soluble up to 13% of gamma iron, unlimited solubility in alpha ferrite. A special type with 1% carbon and 2 to 4% chromium has excellent magnetic properties. With more than 5% chromium steels have improved high temperature properties and corrosion resistance. So chromium steel ഏറ്റവും വലിയ properties എന്ന് പറയുന്നത് high temperature properties അതുപോലെ corrosion resistance ആണ്. Then nickel chromium steel, nickel to chromium ratio is 5:2. അതായത് nickel 5 chromium 2 അതായിരിക്കും അതിന്റെ ഒരു റേഷ്യോ എന്ന് പറയുന്നത്. This combination results in increased toughness, ductility, hardenability and wear resistance. Then molybdenum steel, limited solubility of gamma and alpha iron, a strong carbide former used with chromium, nickel or both. Molybdenum steel have good hardenability, high temperature hardness and wear resistance. Next is high speed steel. This is important ആണ്. മിക്കവാറും പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. Explain about high speed steel. അല്ലെങ്കിൽ HSS. മിക്കവാറും ഷോർട്ട് ഫോം ഒക്കെ ചോദിക്കത്തുള്ളൂ. സോ അത് പ്രത്യേകം ശ്രദ്ധിക്കുക. ഹൈ സ്പീഡ് സ്റ്റീൽ HSS. Its wear resistance due to the presence of hard matrix carbides, maintain high hardness at temperature up to 550 degrees Celsius. സോ അത് പ്രത്യേകം ശ്രദ്ധിച്ചോണം. ഹൈ ഹാർഡ്നെസ് അറ്റ് ഹൈ ടെമ്പറേച്ചർ ആണ്.
അതിൻ്റെ കോമ്പസിഷൻ എന്ന് പറയുന്നത് 18% ടങ്സ്റ്റൺ, 4% chromium, 1% vanadium and carbon 0.6 to 8.8%. It's used for cutting tools. അതായത് നമ്മൾ ലെയ്ത്തിലൊക്കെ യൂസ് ചെയ്യുന്ന കട്ടിംഗ് ടൂൾസിനൊക്കെ പ്രധാനമായിട്ട് യൂസ് ചെയ്യുന്ന ഹൈ സ്പീഡ് സ്റ്റീൽസ് ആണ്. അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. സോ ഈ ഹൈ സ്പീഡ് സ്റ്റീലിൽ രണ്ട് രീതിയിലുണ്ട്, അല്ലെങ്കിൽ രണ്ട് ടൈപ്പ് ഉണ്ട്. ടങ്സ്റ്റൺ ബേസ്ഡും മൊളിബ്ഡിനം ബേസ്ഡും. സോ ടങ്സ്റ്റൺ ബേസ്ഡ് ആണെങ്കിൽ ടങ്സ്റ്റൺ പ്ലസ് ക്രോമിയം പ്ലസ് വനേഡിയം പ്ലസ് കൊബാൾട്ട് ആണ്. molybdenum based ആണെങ്കിൽ ടങ്സ്റ്റൺ വരെ molybdenum യൂസ് ചെയ്യും. molybdenum plus chromium plus vanadium plus cobalt. High temperature hardness is due to the formation of alloy carbides. Next one is free cutting steel. Higher machinability is the required property. Then there are two types, high sulfur steel and leaded steels. High sulfur steel is 0.33% sulfur and 0.12% phosphorus. Leaded steel ആണെങ്കിൽ 0.35% lead. Then rail steel ആണെങ്കിൽ the requirement എന്ന് പറയുന്നത് strength, ductility, high impact strength, fatigue resistance. Then addition of manganese and chromium up to 1% ആണ് ആഡ് ചെയ്യുന്നത്, improves these properties. Rail steel നമ്മൾ അറിയാലോ, നമ്മുടെ റെയിൽവേ ട്രാക്സ് ഒക്കെ ഫോം ചെയ്യാനൊക്കെ യൂസ് ചെയ്യുന്നതാണ് rail steel. Next is spring steels. The main requirement of spring steel is that it should have high elastic limit, good elongation and high fatigue resistance. So spring steels ഉണ്ടാക്കാൻ വേണ്ടി നമ്മൾ പ്രധാനമായിട്ട് യൂസ് ചെയ്യുന്ന alloying elements manganese ഉം silicon ഉം. Then tool steels. The requirement of tool steels are high hardness, wear resistance, good toughness and resistance to shock. They are used for making different tools like chisels, hammers, punches, die shears, etc. Next, another important type of steel is HSLA steel, high strength low alloy. ഇക്കാരം അത് പരീക്ഷയ്ക്ക് ചോദിക്കാറുള്ള മറ്റൊരു ക്വസ്റ്റ്യൻ ആണ്. ഹൈ സ്ട്രെങ്ത് ലോ അലോയ് സ്റ്റീൽ, HSLA steels. So HSLA steels are designed to provide better mechanical properties than conventional carbon steels. The HSLA steels have low carbon content, 0.5 to 0.75% carbon, in order to produce adequate formability and weldability. And they have manganese content up to 2%. Low carbon content ആയിരിക്കും, അത് 0.5 to 0.75, അതൊരു manganese content 2% ആയിരിക്കും. Small quantities of chromium, nickel, molybdenum, copper, nitrogen, vanadium, niobium, titanium and zirconium are used in various combinations. അതിന്റെ പല combinations വെച്ചിട്ടും അതും ആഡ് ചെയ്യാറുണ്ട്. The chemical composition of a specific HSLA steel may vary for different product thickness to meet mechanical property requirement. Next we have a TMT steel. നമ്മളിത് പലപ്പോഴും കേട്ടിട്ടുള്ള ഒരു ടേം ആണ് TMT steel. അതായത് നമ്മൾ കൺസ്ട്രക്ഷൻ്റെ ഒക്കെ പർപ്പസിന് വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്ന സ്റ്റീൽ. So TMT യുടെ ഫുൾ ഫോം ആണ് തെർമോ മെക്കാനിക്കലി ട്രീറ്റഡ് സ്റ്റീൽ. തെർമോ മെക്കാനിക്കലി ട്രീറ്റഡ് സ്റ്റീലിനെയാണ് നമ്മൾ TMT സ്റ്റീൽ എന്ന് പറയുന്നത്. സോ എന്താണ് ഇതിന്റെ പ്രോപ്പർട്ടീസ്? ഇറ്റ് ഷുഡ് ഹാവ് പ്രോപ്പർട്ടീസ് ലൈക്ക് വെൽഡബിലിറ്റി, സ്ട്രെങ്ത്, ഡക്ടിലിറ്റി ആൻഡ് ടഫ്നെസ്. ഇതിന്റെ കോമ്പസിഷൻ എന്ന് പറയുന്നത് 0.17 to 0.24% കാർബൺ, 0.05% സൾഫർ ആൻഡ് 0.045% ഫോസ്ഫറസ്. ഇനി ഇതെങ്ങനെയാണ് TMT സ്റ്റീൽസ് മാനുഫാക്ചർ ചെയ്യുന്നത്? സോ അതിന്റെ ടേമിൽ തന്നെ ഉണ്ട് തെർമോ മെക്കാനിക്കൽ ട്രീറ്റ്മെന്റ് ബാസ്. സോ ഇത് തെർമൽ ചേഞ്ചസ് അതിനകത്ത് ഉണ്ടാകുന്നത്. സോ നമുക്ക് ഈ ഒരു സ്റ്റീൽ ബാർ അല്ലെങ്കിൽ TMT സ്റ്റീൽ ബാറിനെ നമ്മുടെ സ്റ്റീൽ ബാർസിനെ നമ്മൾ ഹീറ്റ് ചെയ്തിട്ട് what we are doing is we are keeping in a specially designed water cooling systems for a certain period. അതായത് നമ്മൾ ചൂടാക്കിയ ഈ ഒരു സ്റ്റീലിനെ നമ്മളൊരു വാട്ടർ കൂളിംഗ് സിസ്റ്റത്തിനകത്ത് വെക്കുക. അതായത് ഔട്ടർ സർഫേസ് മാത്രമായിരിക്കും തണുക്കുന്നത്, ഇന്നർ അതായത് കോർ ചൂടായിട്ട് തന്നെ ഇരിക്കും. അത്രയും പീരീഡിലേക്കാണ് നമ്മൾ വെക്കുന്നത്. ആ ഒരു ടെമ്പറേച്ചർ ഡിഫറൻസ് അല്ലെങ്കിൽ ടെമ്പറേച്ചർ ഗ്രേഡിയൻ്റ് ഉണ്ടാവുന്ന അത്രയും ഒരു ടൈമിലേക്കായിരിക്കും നമ്മൾ ഈ പറയുന്ന കൂളിംഗ് സിസ്റ്റത്തിലേക്ക് വരുന്നത്. അപ്പം നമ്മൾ അതിനുശേഷം ഈ കൂളിംഗ് സിസ്റ്റത്തിൽ നിന്ന് വെളിയിലെടുക്കാം. ഇങ്ങനെ കൂളിംഗ് സിസ്റ്റത്തിൽ നിന്ന് വെളിയിലെടുക്കുമ്പോൾ എന്ത് സംഭവിക്കും? ഇന്നർ കോറ് ചൂടാണ്, ഔട്ടർ കോറ് തണുത്തിരിക്കുകയാണ്. സോ always there is a flow from higher temperature to lower temperature. So ഈ ഒരു ഹൈ ടെമ്പറേച്ചർ ടു ലോ ടെമ്പറേച്ചർ ഫ്ലോയിങ് ഉണ്ടാകുമ്പോൾ കോറിൽ നിന്ന് വെളിയിലേക്ക് ഒരു ഹീറ്റ് ട്രാൻസ്ഫർ നടക്കും. സോ ഈ ഒരു ഹീറ്റ് ട്രാൻസ്ഫർ കൊണ്ട് എന്താണ് സംഭവിക്കുന്നത്? ഒരു നോർമൽ സ്ലോ കൂളിംഗ് അല്ലെങ്കിൽ സ്ലോ ഹീറ്റിംഗ്, ഒരു ടെമ്പറിംഗ് പ്രോസസ്സ് അവിടെ നടക്കുക. സോ ഈ ഒരു ടെമ്പറിംഗ് പ്രോസസ്സ് കൊണ്ട് ഈ സ്റ്റീല് ഹൈ ഈൽഡ് സ്ട്രെങ്ത് അറ്റൈൻ ചെയ്യും. അതാണ് TMT സ്റ്റീലിനകത്ത് നടക്കുന്നത്.
Next we have another important alloy called stainless steel. ഇതും നമ്മൾ പലപ്പോഴും കേട്ടിട്ടുള്ളതായിരിക്കും stainless steel. Stainless steel ഏറ്റവും വലിയ പ്രോപ്പർട്ടി എന്താണ്? corrosion resistance തന്നെയാണ് ഇതിന്റെ ഏറ്റവും വലിയ പ്രോപ്പർട്ടി എന്ന് പറയുന്നത്. So stainless steels are iron based alloys containing chromium. They attain their stainless characteristics because of the formation of an invisible and adherent chromium rich oxide surface film. Some other alloying elements added to enhance specific characteristics include nickel, molybdenum, copper, titanium, aluminum, silicon, niobium and nitrogen. These components കൂടെ ചില സമയങ്ങളിൽ ആഡ് ചെയ്യാറുണ്ട്. Corrosion resistance and mechanical properties are commonly the principal factors in selecting a grade of stainless steel for a given application. So നമുക്ക് ഒരു 5 ടൈപ്പ് സ്റ്റെയിൻലെസ് സ്റ്റീൽ പഠിക്കാനുണ്ട്. മാർട്ടൻസിറ്റിക് സ്റ്റെയിൻലെസ് സ്റ്റീൽ, ഫെറൈറ്റ് സ്റ്റെയിൻലെസ് സ്റ്റീൽ, ഓസ്നൈറ്റിക് സ്റ്റെയിൻലെസ് സ്റ്റീൽ, ഡ്യൂപ്ലെക്സ് സ്റ്റെയിൻലെസ് സ്റ്റീൽ ആൻഡ് precipitation hardening stainless steel. ഇതെന്തൊക്കെയാണെന്ന് നമുക്ക് ഡീറ്റെയിൽ നോക്കാം. Now we have martensitic stainless steel. So martensitic stainless steels are essentially alloys of chromium, 12 to 14% chromium, carbon content up to 0.15%. They possess a martensitic crystal structure in the hardened condition. They are ferromagnetic, hardenable by heat treatments, and are usually less resistant to corrosion than some other grades of stainless steel. Chromium content usually does not exceed 18%, while carbon content may exceed 1%. The chromium and carbon content are adjusted to ensure the martensitic structure after hardening. Excess carbides may be present to enhance wear resistance. So this type of martensitic stainless steel are used for in production of cutlery items, surgical instruments and ball bearings. Next we have ferritic stainless steel. They have chromium content about 16 to 25% and carbon content 0.12 to 0.2%. It's having a body centered cubic structure. The ferritic stainless steel are ferromagnetic. They have good ductility and formability, but high temperature mechanical properties are relatively inferior to austenitic stainless steel. Toughness is limited at low temperature and in heavy sessions. Cannot be treated since austenite does not form any temperature. Used in parts in household appliances and in transportation industry. Next we have austenitic stainless steel. They have a face-centered cubic structure. Then they are effectively non-magnetic in the annealed condition and can be hardened only by cold working. Austenite is formed through generous use of austenitic elements such as nickel, manganese and nitrogen. They have reasonable cryogenic and high temperature strength properties. Chromium content typically is in range from 16 to 26%. Nickel content less than 35%. Chromium 16 to 26% vare, nickel 35% vare. Some variety may contain molybdenum up to 2% for improved creep and corrosion properties. They are used for household articles, sanitary fittings and storage, and processing vessels in storage industries. In duplex stainless steels, the primary alloying elements are chromium and nickel. They are a mixture of BCC ferrite and FCC austenite crystal structures. Most duplex stainless steel are intended to contain equal amounts of ferrite and austenite in annealed condition. And then equal amount austenite and ferrite. Then they have better stress corrosion cracking resistance. They have a high tensile and yield strength but poorer toughness and austenitic stainless steels. So with that we came to the end of alloying elements of steel. Now we are moving on to the alloying elements of cast iron. അപ്പോൾ നമ്മൾ അയൺ കാർബൺ ഡയഗ്രാം പഠിച്ചപ്പോൾ നമ്മൾ കാർബൺ കണ്ടന്റിന്റെ വേരിയേഷൻസ് അനുസരിച്ച് നമ്മൾ സ്റ്റീൽ എന്നും കാസ്റ്റ് അയൺ എന്നും നമ്മൾ രണ്ടായിട്ട് ക്ലാസിഫൈ ചെയ്തായിരുന്നു. സോ 2% കൂടുതൽ കാർബൺ കണ്ടന്റ് വരുന്നതിനെയാണ് നമ്മൾ കാസ്റ്റ് അയൺ എന്ന് പറയുന്നത്. നമ്മുടെ അയൺ കാർബൺ ഡയഗ്രാം ഇവിടെ കാണിച്ചിട്ടുണ്ട്, അതിനെ നോക്കിയാൽ അറിയാം. So cast iron typically contains more than 2 weight percentage of carbon. In this composition range, liquid state is between 1150 to 1300 degrees Celsius, which is lower than that for steel. They are mainly melted and cast. Most cast irons are brittle, hence casting is a convenient fabrication technique. Cast irons have high compressive strength, ability to absorb vibration, better wear, abrasion, corrosion and heat resistance, rigidity and machinability. With suitable composition and heat treatment, variety of microstructure could be developed with varying properties.
Now we are going to the classifications of cast iron. Before moving on to the classifications of cast iron, let's look what are the factors controlling structures and appearance of the cast iron. The first one is the carbon content itself. So carbon content നമ്മൾ പറഞ്ഞു 2% കൂടുതൽ വരുന്ന carbon content ഉള്ളതിനാണ് cast iron എന്ന് പറഞ്ഞത്. So carbon is present either as Fe3C or as free carbon in the form of graphite. Alloy carbides are also formed when other alloying elements are present. Then cooling rate. Cooling rate അടുത്തൊരു factor ആണ്. Higher cooling rate generally help the formation of carbides, while slower cooling rates help carbon to be in free form. Then heat treatments. It helps in formation of carbide, decomposition of cementite into free carbon, and causes changes in shape and size and distribution of graphite particles. Depending upon the nature, shape, size and distribution of carbon, cast irons are classified into grey cast iron, white cast iron, ductile cast iron, malleable iron and wrought iron. So this is very important. The separated explain about white cast iron അല്ലെങ്കിൽ grey cast iron, malleable iron അങ്ങനെ ചോദിച്ചിട്ടുണ്ട്. അല്ലെങ്കിൽ explain the various classifications of cast iron ഇങ്ങനെ പറഞ്ഞു ചോദിച്ചിട്ടുണ്ട്. The first one we are having a grey cast iron. The carbon exists in the form of graphite flakes embedded in the matrix of alpha ferrite or pearlite. Due to the presence of graphite flakes, a fracture structure surface appears grey in color. അതായത് ഈ ഒരു ഗ്രാഫൈറ്റ് ഫ്ലേക്സ് ഉള്ളതുകൊണ്ട് തന്നെ ഇതിന്റെ കളർ ഗ്രേ കളർ ആയിരിക്കും. അതുകൊണ്ടാണ് നമ്മൾ ഇതിനെ ഗ്രേ കാസ്റ്റ് അയൺ എന്ന് ജനറലി പറയുന്നത്. They have low strength and brittle in tension, but they have better strength and ductility in compression. അതായത് ടെൻസൈൽ ലോഡ് അപ്ലൈ ചെയ്യുന്ന സമയത്ത് we can see that they have low strength and they are brittle, പെട്ടെന്ന് പൊട്ടിപ്പോകുന്നതായിട്ട് കാണാം. പക്ഷേ compression ലോഡിന് ഇതിന് കൂടുതൽ withstand ചെയ്യാൻ പറ്റും. So they have better strength and ductility in compression. They are used in automobile parts like cylinder blocks, cylinder head, brake drum lining, underground piping, motor casing, machine tool beds, etc. Next we have white cast iron. The cast iron containing low silicon content upon rapid cooling results in a microstructure in which most of the carbon exists as cementite. The fracture surface of this alloy has a white appearance. That is why it is known as white cast iron. നമ്മൾ നേരത്തെ ഗ്രേ കാസ്റ്റ് അയൺ പഠിച്ചു, ഇവിടെ ഫ്രാക്ചർ സർഫേസ് എന്ന് പറഞ്ഞാൽ വൈറ്റ് കളറിലായും. സോ അതുകൊണ്ടാണ് വൈറ്റ് കാസ്റ്റ് അയൺ എന്ന് പറയുന്നത്. സോ ഇതിന്റെ കോമ്പസിഷൻ നോക്കി കഴിഞ്ഞാൽ 2 to 3.5% കാർബൺ, 0.5 to 1.3% സിലിക്കൺ, 0.2 to 0.8% manganese, 0.18% sulfur and 0.1% phosphorus. They are hard and brittle, so they cannot be easily machined. They have good wear resistance and compressive strength. Used for components requiring for high abrasion resistance, pipeliner, rollers for rolling mills. Next we have ductile cast iron. When magnesium or cerium is added in small quantities to grey cast iron in molten condition, leads to the different microstructure on solidification. അതായത് നമ്മുടെ ഗ്രേ കാസ്റ്റ് അയൺ മോൾട്ടൺ സ്റ്റേജിലുള്ള ഗ്രേ കാസ്റ്റ് അയണിലേക്ക് മഗ്നീഷ്യം അല്ലെങ്കിൽ സീരിയം ആഡ് ചെയ്യുമ്പോൾ ഫോം ചെയ്യുന്നതാണ് ഡക്ടൈൽ കാസ്റ്റ് അയൺ. The carbon exists as graphite but in the form of nodules or spheroids. നമ്മൾ നേരത്തെ പഠിച്ചായിരുന്നു, സ്പിരിയോഡൈസേഷൻ ഒക്കെ പഠിച്ചപ്പോൾ നമ്മൾ ഇത് പറഞ്ഞായിരുന്നു. The variant of cast iron is called ductile or nodular cast iron. It's also known as spheroidal graphite iron or SG iron. ഇതിന്റെ കോമ്പസിഷൻ വരുന്നത് 3 to 4.3% carbon, 1 to 3.5% silicon, 0.3 to 0.8% manganese, 0.03% sulfur and 0.08% phosphorus. It's stronger and ductile than grey cast iron. It has better wear resistance than cast iron. The major applications are it's used for manufacturing in automobiles, farm machinery, earth moving machineries, roll mill equipments and rolls, valve and pump bodies, crankshaft, gears and rollers, etc. Next we have malleable iron. Produced, it's a subproduct of white cast iron. It's produced from white cast iron using heat treatment process known as malleabilizing. White cast iron is heated above 700 degrees Celsius and held for a longer period and then cooled. During this process, cementite in white iron decomposes in the form of irregular shaped globules. The matrix is either pearlite or ferrite depending upon the cooling rate. അതായത് നമ്മൾ കൂളിംഗ് റേറ്റിനെ വേരി ചെയ്തതനുസരിച്ച് രണ്ട് സ്ട്രക്ചേഴ്സും പെർലൈറ്റും ആകാം ഫെറൈറ്റും ആകാം. The casting are widely used in
automobiles, electrical and railway industries due to the good combination of strength, ductility, wear resistance and machinability. Another other uses are they are used for making brackets, hubs, brake drums, camshaft, crankshaft, housing of earth moving parts, etc. And finally we have wrought iron. Wrought iron എന്ന് പറഞ്ഞാൽ എന്താ? It's a iron alloy with very low carbon content and impregnated with tiny fibrous inclusions of iron silicate known as slag. Slag ഇതിനകത്തേക്ക് include ചെയ്തിരിക്കുകയാണ്. The presence of slag changes the chemical properties of iron enough to create a new and beneficial metal. They have good strength and resistance to corrosion and malleability. Wrought iron lacks the carbon content necessary for hardening through heat treatments.